ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോസ് കിച്ചൺ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോട്ടിലിൻ്റെ മുൻവശം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നടുവിലൊരു ഭാഗം നിർത്തി ബാക്കി രണ്ട് സൈഡിലും സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഭാഗം നിർത്തിയാലേ നമ്മുടെ ബോട്ടിൽ ഒരു ഉറപ്പ് കിട്ടുകയുള്ളൂ. ബോട്ടിലിന് അധിക പേരും ചെടി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ 10 മണിച്ചെടിയാണ് കൂടുതലായിട്ട് വെച്ച് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏത് ചെടിയും നന്നായിട്ട് വളരും, നല്ല ഭംഗിയുണ്ടാവും ഏത് ചെടി വെച്ചാലും. ജോയ്വീഡ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ടേർട്ടിൽ വൈനാണ് അടുത്തതായിട്ട് വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ സാവോറി ഗ്രാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം വയലറ്റ് അല്ലെങ്കിൽ എപ്പീഷ്യ എന്നറിയപ്പെടുന്ന ചെടിയുമാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഗ്രീൻ കളറും ബ്രൗൺ കളറും രണ്ട് നിറത്തിലുള്ള ചെടി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഗ്രീൻ കളറുള്ള ഇലയിൽ അധികം ചുവപ്പ് പൂവാണ് ഉണ്ടാവാറുള്ളത്. മറ്റേ ബ്രൗൺ കളറിൽ ഒരു പിങ്ക് കളറിലുള്ള പൂവും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകൾ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇതിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വലിയ വെയിൽ തട്ടാത്ത എന്നാൽ കുറച്ചൊക്കെ പ്രകാശം വരുന്ന നല്ലൊരു സ്ഥലത്താണ് ഇത് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ സ്ഥലം വേണം ഇതിന് തിരഞ്ഞെടുക്കാനായിട്ട്. പ്രത്യേകിച്ചും ഫ്ലെയിം വയലറ്റ് വെക്കുമ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രകാശം കിട്ടുന്ന എന്നാൽ വെയിൽ അധികമായി തട്ടാത്ത സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബോട്ടിൽ ഹാങ് ചെയ്ത് വെക്കാം. ഈ രീതിയിൽ തന്നെ ബോട്ടിൽ വെച്ച് മതിലിലോ അല്ലെങ്കിൽ ചുമരിലൊക്കെ നല്ല വിശാലമായി തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നിലത്ത് രണ്ട് ചട്ടികളിലായിട്ട് ഫ്ലെയിം വയലറ്റ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടിയിലേക്ക് പടർന്നു വരുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾ വലിപ്പം കൂടുകയും നല്ല ഭംഗി കിട്ടുകയും ചെയ്യുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ ബോട്ടിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ബോട്ടിൽ കൊണ്ട് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കാം. വീഡിയോ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.